അസ്സലാമു അലൈക്കും. ഇതിൽ എൻ്റെ പേര് മുഹമ്മദ് മിലാദാണ്. ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആകും 2-3 ദിവസമായി. എല്ലാവർക്കും അൽഹംദുലില്ലാ നല്ല റെസ്പോൺസ് കിട്ടി. പക്ഷെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ ബംഗ്ലാദേശികൾ ചോദിക്കുന്നുണ്ട്, മലയാളികൾ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ മലയാളം പഠിച്ചു? ഞാൻ എല്ലാവർക്കും ഒരു വർത്താനം പറഞ്ഞു, ആഗ്രഹം, മനസ്സിൽ ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പറ്റും. ഏത് ഭാഷ, ചൈനീസ് ഭാഷ ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കാൻ പറ്റും. ഈസിയാണ്, പക്ഷെ മനസ്സിൽ ആഗ്രഹം വേണം. ഞാൻ മലയാളത്തിൽ ഫസ്റ്റ് ബൈക്കം പഠിച്ചത് ഞാൻ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ജോലിയുണ്ടായി. അവിടെ ഒരു മലയാളി നാസർ പൊന്നാനി ഉണ്ടായി. മലപ്പുറത്ത് പൊന്നാനിക്കാര, മുപ്പറിൻ്റെ വീട് പൊന്നാനിയാണ്. അപ്പോൾ മുപ്പറിൻ്റെ എല്ലാവരും നാസർ പൊന്നാനിയാണ് വിളിക്കും. നാസർ പൊന്നാനി ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായി, ഗണേഷ്, തമിഴ്നാടിൻ്റെ ആളെ. അപ്പോൾ ഒരു ഉമ്മാന് കസ്റ്റമർ ഉണ്ടോട്ട് നാസർക്കാക്ക് ചോദിച്ച്, റാണി ജ്യൂസ് ഉണ്ടോ? ഒരു ജ്യൂസിൻ്റെ പേര് പറഞ്ഞു, റാണി ജ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ച്. അപ്പോൾ നാസർക്കാക്ക് അത് സംഭവം അറിയില്ല. അപ്പോൾ ഗണേഷിനെ ചോദിച്ച്, ആരും ചോദിച്ചത് നാസർക്ക ഗണേഷിനെ ചോദിച്ചത്, ഗണേഷ് ശ്രദ്ധിക്കണമേ, ഗണേഷ് ഗോഡൗണിൽ റാണി ജ്യൂസ് ഉണ്ടോ? ഈ ബൈക്കം ഞാൻ ഫസ്റ്റ് കച്ചത് എന്നെ മുന്നത്ത് പറഞ്ഞ്, ഞാനുണ്ടായി ഫ്രണ്ടിൽ. അപ്പോൾ എന്നെ മുന്നത്ത് പറഞ്ഞ്, ഗണേഷ് ഗോഡൗണിൽ റാണി ജ്യൂസ് ഉണ്ടോ? ആ ബൈക്ക് ഞാൻ ക്യാച്ച് ചെയ്തിട്ട് കസ്റ്റമർ പോയി. അപ്പോൾ അതിന് ഗണേഷ് ഉത്തരം പറഞ്ഞ്, ഗോഡൗണിൽ റാണി ജ്യൂസ് ഇല്ല. ഈ 2 ബൈക്ക് ഞാൻ പിടിച്ച്. ഓക്കെ, ഞാൻ ക്യാച്ച് ചെയ്തിട്ട് കസ്റ്റമർ പോയി, നാസർക്ക പോയി, ഗണേഷ് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സംസാരം തുടങ്ങി, ഗണേഷ് ഈ ഗോഡൗണിൽ റാണി ജ്യൂസ് ഉണ്ടോ? അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ ജോലിയെല്ലാം എടുക്കുന്ന സമയം, ഉള്ളിൽ ജോലിയെല്ലാം എടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് സംസാരം തുടങ്ങി. ഗണേഷ് ഗോഡൗണിൽ റാണി ജ്യൂസ് ഉണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗണേഷ് ഇല്ല പറഞ്ഞ് അത് മനസ്സിലായി. അങ്ങനെ ഞാൻ മലയാളം പഠിച്ചു. ഇതാണ് ഫസ്റ്റ് ബൈക്കും പഠിച്ചത് കേട്ടോ. എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കൂടി നിൽക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.